ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. അങ്ങനെ രാവിലെ ഞാനും ഉമ്മയും കൂടി സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനം വാങ്ങൽ. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഞാൻ സ്പെഷ്യൽ സ്നാക്കായ ചൈനീസ് റോളാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് സാധാരണ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ സവാള യൂസ് ചെയ്യുന്നില്ല. പകരം കുറച്ച് വെറൈറ്റി ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. സ്പ്രിംഗ് ഓണിയന്, സെലറിന്, ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ക്യാരറ്റ്, കാപ്സിക്കം, ബീൻസ്, ഇതൊക്കെയാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ്. ബീൻസ് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നായി ചേർത്ത് കൊടുക്കാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഹാഫ് കുക്കായാൽ മതി, കാരണം നമ്മൾ റോള് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി അതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ പോവാണ്. ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ ബാറ്ററിന് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ആ ദോശമാവ് ഇതുപോലെ ചെറുതായിട്ട് ചുട്ടെടുക്കുകയാണ്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശ ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തീന് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്കി മൊത്തം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. നമ്മൾ റോളിൻ്റെ എൻഡിൽ വേണമെങ്കിൽ കുറച്ച് മൈദമാവ് ഒഴിച്ചിട്ട് ഒട്ടിക്കുക. ഞാനതിവിടെ ചെയ്തിട്ടില്ല. ചൂടോടെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ റോളും ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇനി അതൊന്ന് റസ്കിൽ കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്.
റോൾ ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം റസ്കിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാ റോളും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ചൈനീസ് റോള് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ റോള് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കി റോളും ഇതുപോലെ ചെയ്തെടുക്കാണ്. നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോൾ ഞാൻ അനിയത്തിയും കൂടി ടേബിൾ സെറ്റ് ചെയ്യാണ്. അൽഹംദുലില്ലാ അങ്ങനെ ഒരു നോമ്പും കൂടിയും കഴിഞ്ഞു. നമ്മളെ ചൈനീസ് റോൾ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്ന് ഉമ്മ പത്തിരും പുട്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് ഉമ്മ ചിക്കൻ കറിയും കടൽക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്